ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ 4 മണി ചായക്കുള്ളൊരു സ്നാക്സ് തയ്യാറാക്കാം. അതിനായി ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുക്കുക. സിമ്പിളാണ്, എളുപ്പമാക്കാം. ബ്രെഡും ഉരുളക്കിഴങ്ങും വെച്ചിട്ട്. പിന്നെ അത് പുഴുങ്ങി വരുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഞാൻ ബ്രെഡ് ഇങ്ങനെ 4 ഭാഗം അതിൻ്റെ ആ കരിഞ്ഞ ഭാഗം ഒഴിവാക്കല്ല, അത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ബ്രെഡിൻ്റെ ബാക്കി വരുന്ന ആ വെളുത്ത ഭാഗം അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ഒരു ബൗളിലേക്ക് ഇടാം. കിഴങ്ങൊക്കെ പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഗ്ലാസ് കൊണ്ടാണ് പൊടിക്കുന്നത്. പൊടിച്ച് വെച്ച് ഈ കിഴങ്ങിക്ക് നമുക്ക് ആ ബ്രെഡിൻ്റെ വെള്ള ഭാഗം പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ അതിലേക്ക് ചേർക്കാം. ബ്രെഡ് അത്ര ചെറുതാവണമെന്നൊന്നുമില്ല, മിക്സ് ചെയ്യുമ്പോൾ ശരിയാവും. പിന്നെ മല്ലിയില, ഒരു ചെറിയ സവോള, 2 പച്ചമുളക്, വലിയ എരിവില്ലാത്ത പച്ചമുളക് ഇട്ടാൽ മതി. കരിവേപ്പില, ലേശം ക്യാരറ്റും. അതൊക്കെ ഇട്ടിട്ട് പിന്നെ പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക. ലേശം മുളക് പൊടി ഇട്ടാൽ കേട്ടോ, അതിൻ്റെ എരിവ് ഉണ്ടാവില്ല. കുറച്ച് മുളക് പൊടി ഇടാം. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് മുളക് പൊടി ചേർത്ത്, ചിക്കൻ പൊടി ലേശം ചേർത്തു, കുരുമുളക് പൊടി ചേർത്തു, ഉപ്പ് ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു ലെവലിലാണ് ഇപ്പോൾ അതുള്ളത്. ഇങ്ങനെ ഇഷ്ടിയെടുത്തിട്ട് നന്നായി ഒരു കോഴിമുട്ട നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കുക. ലേശം ഉപ്പും കുരുമുളക് പൊടി ഇടണമെങ്കിൽ ഇടാം, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഈ ഉരുട്ടി വെച്ച കിഴങ്ങിൻ്റെ ഈ കൂട്ട് മുട്ടയിൽ മുക്കി നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടുക. എണ്ണ നല്ലോണം ചൂടായിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ബ്രെഡ് പൊടിയൊക്കെ എണ്ണ കുടിച്ചാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. വീഡിയോയ്ക്ക് ക്ലിയർ കുറവാണ് ഗൈസ്, എൻ്റെ ഫോണിന് ഇത്രേ ക്ലിയർ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണം. Okay, bye friends.